ഇന്നിപ്പോൾ ഒരു മീൻപിടുത്തത്തിന് വന്നാണ്. കണ്ടോ പുഴ ഉണ്ടോ? നല്ല മഴയാണ്. മഴയായിട്ട് നല്ല കലങ്ങി കറുത്ത പുഴയാണ്. നമുക്കേ ഇന്ന് വലട്ടോക്കാം. വല കാണിച്ചോടുത്ത 3 ചാക്ക് വല തോന്നുന്നുണ്ടോ? 3 ചാക്ക് വല എടുത്തിട്ടുണ്ടോ നമ്മൾ? കണ്ടല്ലേ? ഇത് ഇട്ടോക്കാം നമുക്ക്. നല്ല ലോഡാണ്. നല്ല ഒലിയുണ്ട് പുഴയിൽ. പക്ഷെ എത്ര വലിയ ആയാലും മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കും. ഇനിയിപ്പോൾ എന്തൊക്കെ പണിയുണ്ട് വെച്ചാലും പണിയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഉള്ള പരിപാടിയാണ്. മീൻപിടുത്തം പറഞ്ഞ ലഹരിയല്ലേ. നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും ഇപ്പോൾ മഴയും പോയി. മഴ വേണം ശരിക്കും. ഈ വെള്ളത്തിൽ കലക്കം ലേശം മഴയും കൂടി ഉണ്ടിച്ചാൽ നല്ല മീൻ കയറും. രണ്ട് വലിയ ഒരുമിച്ചെടുക്കൊണ്ടേ അതൊന്ന് പോരെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഓരോ വല എടുക്കാൻ നിന്നപ്പോൾ 2 വട്ടം അക്കരയ്ക്ക് മുറിക്കാനും പറ്റില്ല. ഒരു വല ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ഒരു വല കാരണം തന്നെ 150 മീറ്റർ ഉണ്ട്. ഒക്കെ പടം പിടിച്ച് പോരണമെങ്കിൽ ഇതിലും വലിയ പ്രശ്നത്തിൻ്റെയൊക്കെ തല എവിടെയാണെന്ന് അറിയാണ്ട. എന്നാലും മഴക്കാലമായി കഴിഞ്ഞാൽ ഈ പുൾ സൈഡാണ് മീൻ അധികം വരിക. പുൾ സൈഡ് ഇങ്ങനെ റൗണ്ടാക്കി നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക ചെയ്യുക. ഈ പുല്ലിൻ്റെ അവിടെ കട്ടാം. ഇതിൻ്റെയൊക്കെ തല എവിടെയാവും. ഇന്നാളും മീൻപിടുത്തം കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ട വെച്ചാൽ ഇന്ന് തൊട്ടില്ല. തല കിട്ടി. വല കുറച്ച് പഴക്കമുള്ള വലയാണ്. എന്നാലും ഭയങ്കര രാശിയാണ് വലയ്ക്ക്. എവിടെയും കൊണ്ടിട്ട മീനൊക്കെ നമുക്ക് ചാറ് വയ്ക്കാനുള്ളത് കിട്ടും. അയ്യോ, പുതുമഴ പെയ്താൽ മീനുകൾ നല്ല കയറും മലയിൽ. പക്ഷെ മഴയും കൂടി പെയ്യണം. അതേമാതിരി പുൾ സൈഡ് ഇങ്ങനെ വളച്ച് ഫുള്ള് പുൾ സൈഡ് തന്നെ ഇട്ട് കൊടുക്കണം. മഴക്കാലത്ത് മീൻ ആരും കൂടി സ്ഥലം ഇട്ടിട്ട് കാര്യമില്ല. അതേപോലെ പുല്ലിനെ വളർത്തിട്ടാൽ പുല്ലിരിക്കാണ് മീനുകൾ വരിക.
ഉണ്ടോ? പുഴ ഫുള്ള് കലക്കാണ്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് മഴയും കൂടി പെയ്തെന്ന് വെച്ചാൽ അത്യാവശ്യം മീൻ കിട്ടും അല്ലേ. വല സെഞ്ഞൊരു ചവിചാക്ക് അവിടെ ഇടാണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞ് മഴ കൂടി പെയ്താൽ സെറ്റാണ്. അപ്പോൾ നമ്മൾ വല എടുക്കാൻ ഇറങ്ങുകയാണ്. വല ഇട്ടിട്ടിപ്പോൾ ഒരു 4-5 മണിക്കൂറായി. അപ്പോൾ നമുക്ക് എടുത്തു നോക്കാം. കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വല, ഫസ്റ്റ് ഇട്ട വല. ഒന്നുമില്ലേ? കുഴപ്പമില്ല, മീനുണ്ട്. അത് നമ്മുടെ ഫസ്റ്റ് വല. നമ്മുടെ ഫസ്റ്റ് വലയാണ്. കുഴപ്പമില്ല, മീൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീൻ എടുക്കുമ്പം ഒക്കെ ഈ മഴക്കാലത്തിൽ മീൻ പിടുത്തം പറഞ്ഞത് വേറൊരു വൈബാണ്. അത് എടുക്കുമ്പോൾ തന്നെ രസമാണ്. കുട അതുണ്ടാകുകൊണ്ടേ മേലെ കുടുങ്ങാണ്. മഴക്കാലത്തെ ഓരോ മലയുടെ മടക്കെടുക്കുമ്പോഴും നമുക്കൊരു ആകാംക്ഷയാണ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന്. അയ്യോ, ഇവിടേക്ക് മീനില്ലല്ലോ. മീൻ അവിടെ തന്നെ ഉള്ളൂ. ഈ സൈഡ് മീൻ ഇല്ലേ? സൈഡിൽ കമ്മിയാണല്ലോ മീൻ. അയ്യോ, പണി പാളിയോ? പുള്ളിൻ്റെ സൈഡിന് ഇട്ടാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ കൂട്ടാൻ വയ്ക്കാനുള്ള മീനൊക്കെ. ഈ സൈഡിലേക്ക് മീൻ കമ്മിയാണ്. ഉൾ സൈഡ് മാത്രമേ പോട്ടെ മീനുള്ളൂ. മൂലക്കനെയുള്ള മീൻ കാണാറുള്ളൂ. പണിപാടിയോ? ഇത് കറിക്കുള്ള മീനൊക്കെ നമ്മുടെ വല കയറിയാണോ?
കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ കൂട്ടാൻ വെക്കാനുള്ള മീനൊക്കെ ഇത് കയറിയേക്കണോ. ഒരു മരക്കൊമ്പ് കുടുങ്ങിയാണ് അപ്പോഴേക്ക് ഇവിടെ. ആ കുഴപ്പമില്ല. ഇത് പൊടിമീനാണ് കയറുന്നത്, പൊടിവലയം കൊണ്ടേ. ആ കുഴപ്പമില്ല. ഫുൾ പൊടിമീനാ, ചെറിയ കണ്ണിയാവും കൊണ്ട്. ആ ഉൾഭാഗത്ത് മീനില്ല, അവിടെ സെൻറ്ററേ മീൻ ഈ പുല്ലിൻ്റെ ഭാഗത്താ. പുല്ലില്ല, ഇങ്ങനത്തെ പുല്ലുകൾ. അത് കുഴപ്പമില്ല. അതാ രണ്ട് സൈഡ് നമ്മൾ ഫസ്റ്റ് ഇട്ട വല, ഇത് മാത്രമേ. അവിടെ സൂട്ടാ. അയ്യോ, മീനൊക്കെ വീണ് പോണോ. കാണാണ്ടോ? കാണിച്ചു കൊടുക്ക, ആൾക്കാർ കാണട്ടെ. അവിടെ ആ ആ അവിടുന്ന് കാണിച്ചായി. അമേരിക്കക്കാർക്ക് വാണാ പോലെ. ആ ആയിക്കോട്ടെ, അതെ ആയിക്കോട്ടെ, സെറ്റാക്കാം നമുക്ക്. അതെ, രാത്രിയൊക്കെ പെട്ടാലേ മീൻ കൊണ്ട് വലം കിട്ടും നമ്മൾ. വല്ല ലോഡായി വെള്ളം നിറയട്ടെ. അപ്പം നമ്മുടെ ഫസ്റ്റ് വല എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വരിക. ഇനി ഇതേപോലെ 2 വല എടുക്കാണ്ട്. കണ്ടോ, അതൊക്കെ മീനാണ്, ഫുൾ മീനാണ്. കണ്ടോ, കാണാല്ലേ? ഇനി ഇത് കയറ്റാൻ നമുക്ക് ഇനി 2 വല എടുക്കാണ്ട്. കണ്ടോ, നല്ല കുറുന്തലയാണ്, നല്ല കുറുന്തല, മെഴുക്. ഇവിടെ രണ്ടാമത്തെ വല ഏകദേശം കഴിയാറായി. ഇവിടെ നിന്ന് പിന്നെ കുറച്ച് മീൻ ഉണ്ടാവില്ല, ഇവിടെ വല കുറച്ച് മോശമാണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വലയും എടുക്കൽ കഴിഞ്ഞു. ഇനി ഇതേപോലെ ഒരു വലയും കൂടി എടുക്കാണ്ട്. അതൊരു കുഴപ്പമില്ല, കുറച്ച് ആ വലക്കുണ്ട്, ഈ വലക്കില്ല. ഒക്കെ മഴയ്ക്ക് കയറിയതന്നെ. ഇപ്പോൾ 2ാം വല നമ്മുടെ സിസ്റ്ററിന് കൈമാറട്ടെ. സിസ്റ്റ പിടിച്ച
അല്ലാക്കളെ രണ്ട് അതെടുത്ത് അതെടുത്തു ഞാൻ കളഞ്ഞു നമ്മുടെ സ്ഥിരം സ്ഥലമാണ് ഇവിടെ. മഴക്കാലമായി കഴിഞ്ഞാൽ ഫുള്ള് ഈ ഭാഗത്താണ് നമ്മൾ മീൻ പിടുത്തം. വേനൽക്കാലത്ത് തന്നെ മീതെ സ്ഥലമുണ്ട്, അവിടെ നിന്ന് പിടിക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വലയാണ്. മഴ വീണ്ടും പോന്നാ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വല എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ മീനുമൊക്കെ വീട്ടിൽ പോയി എടുത്തിട്ട് വലുത് എത്ര മീൻ കിട്ടിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. എടുക്കാൻ കുറച്ച് സമയം പിടിക്കും, മുഴുവൻ കാണിക്കാനില്ല. അപ്പോൾ എടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം. അതിൻ്റെ അവിടെ എടുത്തൊന്ന് കാണിച്ചു കൊടുക്കാം. കണ്ടോ, അതാണ് നല്ല മുഴുക്, നല്ല കുമ്പല. നമ്മൾ ബാക്കി നമ്മൾ എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് കാണിച്ചു കൊടുത്താ എന്താ മീന് ഒരു വാ. ഇന്നിപ്പോൾ ഫുള്ള് ചാകരയാണ് പോയത്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല മുതലുണ്ട്. കണ്ടോ, ഇതും ഇവിടെ ലാസ്റ്റ് വലയാണേ. ഇതും കൂടി എടുത്തിട്ട് കാണിച്ചു തരാം മൊത്തത്തിൽ. ഇതൊക്കെ പെരും മുട്ടയാണ്, മുട്ട കളയാൻ പാടില്ല. ഫുള്ള് മുട്ടന് മീനില്. അപ്പൊ നേരം വഴിയ കാരണേ മീനൊക്കെ വയറ് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ വലയിൽ നിന്ന് മേടിക്കലൊക്കെ കഴിഞ്ഞു, സമയം കുറച്ച് ഇരുട്ടായി. അപ്പോൾ അതാണ് നമുക്കിന്ന് കിട്ടിയ മീന്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ് എന്തൊക്കെയായിട്ട് ചെയ്യാം. ഇന്നത്തെ പരിപാടി ആയുള്ളൂ.